അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവവചനം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും വീണ്ടും വരാമെന്നരുളി ചെയ്തവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ തന്നെ നാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഇന്നത്തെ അല്പസമയത്തെ ചിന്തയ്ക്കായി യോഹന്നാൻ നീതി സുവിശേഷം 10-ാം അധ്യായം 11-ാം വാക്യം നമുക്ക് വായിക്കാം. ഞാൻ നല്ല ഇടയൻ ആകുന്നു, നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി തൻ്റെ ജീവനെ കൊടുക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഒരു വേദവാക്യമാണ് നാം കേട്ടത്. യേശുവിൻ്റെ അവകാശവാദമാണ് ഞാൻ നല്ല ഇടയൻ ആകുന്നു എന്നത്. ഈ കാലഘട്ടത്തിൽ അനേക വ്യക്തികൾ തങ്ങൾ മിടുക്കന്മാരാണെന്ന അവകാശവാദം ഉന്നയിക്കാറുണ്ട്. പലരും അവരെ അനുഗമിക്കും. ബഹുദൂരം ചെന്നതിന് ശേഷമാണ് തങ്ങൾ വഞ്ചിക്കപ്പെട്ടു എന്ന യാഥാർത്ഥ്യം അവർ മനസ്സിലാക്കുന്നത്. എന്നാൽ കർത്താവായ യേശു ക്രിസ്തുവിനെ അനുഗമിച്ചതിന് ശേഷം തങ്ങൾ വഞ്ചിക്കപ്പെട്ടു എന്ന് പറയുവാൻ ഇന്നുവരെയും ആർക്കും ഇട വന്നിട്ടില്ല. പാപം ചെയ്യാതെ ജീവിക്കാമെന്ന് യേശുവിന് വാക്കു കൊടുത്തിട്ട് യേശുവിനെ അനുസരിക്കുവാൻ കഴിയാത്തതിനാൽ ഇടയ്ക്ക് വെച്ച് യേശുവിനെ വിട്ട് പിന്തിരിഞ്ഞു പോയവർ ധാരാളം ആളുകൾ ഉണ്ടായേക്കാം. ആരെല്ലാം വഴി പിരിഞ്ഞാലും യേശു അവരെ കാത്ത് അവിടെ തന്നെ മുടിയൻ പുത്രൻ്റെ പിതാവിനെ പോലെ വിശുദ്ധിയുടെ വസ്ത്രവും വെച്ച് കാത്തു നിൽക്കും. യേശു പറഞ്ഞു, ഞാൻ നല്ല ഇടയനാണ് എന്ന്. ഒരു നല്ല ഇടയന് അനേകം ഗുണവിശേഷങ്ങൾ ഉണ്ടായിരിക്കണം. യേശുവിൽ ഒരു നല്ല ഇടയന് വേണ്ട ഗുണവിശേഷങ്ങൾ എന്തെല്ലാം ഉണ്ടായിരുന്നുവെന്ന് നമുക്ക് പരിശോധിക്കാം. ഒരു നല്ല ഇടയൻ എന്ന നിലയിൽ യേശുവിനുള്ള യോഗ്യത അവൻ ആരുടെയും ഹൃദയത്തിൽ അനുവാദം ഇല്ലാതെ കടക്കുകയില്ല എന്നതാണ്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 10-ാം അധ്യായം 1-ാം വാക്യത്തിൽ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു: ആട്ടിൻ തൊഴുത്തിൽ വാതിലിലൂടെ കടക്കാതെ വേറെ വഴിയായി കയറുന്നവൻ കള്ളനും കവർച്ചക്കാരനുമാകുന്നു. അക്ഷരികാർത്ഥത്തിൽ പറഞ്ഞാൽ ആട്ടിൻകൂട്ടിലേക്ക് കയറുന്നത് യഥാർത്ഥ ഇടയനാണെങ്കിൽ ആട്ടിൻകൂടിൻ്റെ വാതിലിലൂടെ മാത്രമേ അകത്ത് കടക്കുകയുള്ളൂ. കൂട് പൊളിക്കുവാനോ വാതിൽ തകർക്കുവാനോ ഒരു നല്ല ഇടയൻ തയ്യാറാവുകയില്ല എന്ന് സാരം. യേശു ഒരു വ്യക്തിയെ തൻ്റെ മകനോ മകളോ ആക്കുവാൻ ബലപ്രയോഗം നടത്തുകയോ നന്മകൾ മുടക്കുകയോ അനുവാദമില്ലാതെ ഹൃദയത്തിൽ പ്രവേശിക്കുകയോ ചെയ്യുകയില്ല. നാം നമ്മുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് നമ്മുടെ ഹൃദയത്തിലേക്ക് യേശുവിനെ ക്ഷണിച്ചാൽ മാത്രമേ യേശു നമ്മുടെ ഹൃദയത്തിൽ പ്രവേശിക്കുകയുള്ളൂ. എന്നാൽ സാത്താൻ അപ്രകാരമല്ല. നാം ചെയ്യുകയോ പറയുകയോ ചെയ്യുന്ന ഏത് നിസാര തെറ്റുകൾക്കും നമ്മുടെ ഹൃദയത്തിലേക്ക് കയറുകയും നമ്മുടെ ഹൃദയത്തിൻ്റെ കൺട്രോൾ ഏറ്റെടുക്കുകയും സകലവിധ അശുദ്ധ പ്രവർത്തനങ്ങളും നമ്മെക്കൊണ്ട് ചെയ്യിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, കള്ളനായ പിശാചെ അറക്കുവാനും പിടിക്കുവാനും കൊല്ലുവാനുമാണ് വരുന്നതെന്ന്. രണ്ടാമതായി, യേശു എന്ന ഇടയൻ ആടുകൾക്ക് നല്ല മാതൃക കാട്ടിക്കൊടുക്കുന്നവനായ ഇടയനാണ്. ഞാൻ പറയുന്നത് അനുസരിക്കണം, ഞാൻ ചെയ്യുന്നത് നിങ്ങൾ ചെയ്യരുത് എന്ന് ഉപദേശിക്കുന്ന ഇടയനല്ലായിരുന്നു കർത്താവായ യേശു ക്രിസ്തു. ഞാൻ എന്താണോ ചെയ്യുന്നത് അത് നിങ്ങൾ ചെയ്യണം. ഇതായിരുന്നു യേശുവിൻ്റെ ഉപദേശം. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ തമ്മിൽ സ്നേഹിപ്പിൻ. ഞാൻ എൻ്റെ പിതാവിൻ്റെ കൽപ്പനകൾ അനുസരിച്ചുകൊണ്ട് അവൻ്റെ സ്നേഹത്തിൽ വസിക്കുന്നത് പോലെ നിങ്ങൾ എൻ്റെ കൽപ്പനകൾ അനുസരിച്ച് എൻ്റെ സ്നേഹത്തിൽ വസിപ്പിൻ. ഇതായിരുന്നു യേശുവിൻ്റെ ഉപദേശം. നല്ല മാതൃക കാണിക്കുന്ന നല്ല ഇടയനാണ് കർത്താവായ യേശു ക്രിസ്തു. മൂന്നാമതായി, യേശു വിശ്വസിക്കുവാൻ കൊള്ളാകുന്ന ഒരു ഇടയനാണ്. പ്രതികരിക്കുവാനോ പോരാടുവാനോ കഴിവില്ലാത്തവരാണ് ആടുകൾ. ശക്തിയേറിയ കൊമ്പുകളോ ശക്തിയുള്ള കൈകളോ ആടുകൾക്കില്ല. ആയുധമെടുക്കുവാനുള്ള കഴിവും ആടുകൾക്ക് ഇല്ല. വേഗത്തിൽ ഓടി രക്ഷപ്പെടുവാനും അതിന് കഴിവില്ല. ആടുകളുടെ ഏക ശ്രദ്ധ തീറ്റയും കുടിയും വിശ്രമവുമാണ്. അതിൻ്റെ ആശ്രയം ഇടയനിൽ മാത്രമാണ്. ആടുകൾ മറ്റു മൃഗങ്ങളാൽ ഉപദ്രവിക്കപ്പെടുമ്പോൾ മാത്രമാണ് അത് അവരുടെ ശത്രുക്കളാണെന്ന് മനസ്സിലാക്കുന്നത്. ഇതെല്ലാം ഒരു നല്ല ഇടയൻ മനസ്സിലാക്കുകയും ആടുകൾക്ക് വേണ്ടി നല്ല മേച്ചിൽ സ്ഥലം അന്വേഷിച്ച് കണ്ടെത്തുകയും വെള്ളച്ചാട്ടത്തിൽ നിന്നും ആടുകൾക്ക് കുടിക്കുവാനുള്ള കഴിവില്ലാത്തതിനാൽ സ്വസ്ഥതയുള്ള വെള്ളത്തിനരികത്തേക്ക് ആടുകളെ നടത്തുകയും ചെയ്യുന്നു. ചുരുക്കി പറഞ്ഞാൽ, ഒരു നല്ല ഇടയനാണെങ്കിൽ ആടിൻ്റെ സംരക്ഷണവും ആടിൻ്റെ വിശ്രമവും ആടിൻ്റെ ഭക്ഷണവും ആടിൻ്റെ ദാഹജലവും ഉറപ്പുവരുത്തും. യേശു നല്ല ഇടയനാണ്. നാൽക്കാലി ആടിൻ്റേതല്ല, മനുഷ്യരായ നമ്മുടെ നല്ല ഇടയനാണവൻ. സാത്താൻ്റെ കയ്യിൽ നിന്നും രക്ഷ നേടുവാൻ ആവശ്യമായ കൽപ്പനകൾ യേശു നമുക്ക് തന്നിട്ടുണ്ട്. യേശുവിൻ്റെ അടുക്കൽ ചെന്ന് ആത്മാവിൻ്റെ രക്ഷയ്ക്കായി യേശു തരുന്ന കൽപ്പനകൾ അനുസരിക്കുന്ന വ്യക്തികൾ അവരുടെ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടെത്തുകയും അവരുടെ ആത്മാക്കൾ നിത്യനരകത്തിൽ നിന്ന് രക്ഷ പ്രാപിക്കുകയും ചെയ്യുമെന്ന് കർത്താവായ യേശു പഠിപ്പിച്ചു.
യേശുവിനെ അനുസരിക്കുന്ന വ്യക്തികളുടെ ഭൗതിക ആവശ്യങ്ങളും യേശു നിറവേറ്റി കൊടുക്കും എന്ന് യേശു തന്നെ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. യേശു തൻ്റെ ശിഷ്യന്മാരോട് ചോദിച്ച ചോദ്യം ഇപ്രകാരമായിരുന്നു: ഈ രണ്ടായി ഞാൻ നിങ്ങളെ അയച്ചിട്ട് നിങ്ങൾക്ക് എന്തിനെങ്കിലും കുറവുണ്ടായിരുന്നുവോ? ഇല്ല കർത്താവേ എന്ന് ശിഷ്യന്മാർ യേശുവിനോട് പറഞ്ഞു. അത് ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ നമ്മുടെ ഇടയൻ വിശ്വസിക്കാൻ കൊള്ളാകുന്നവനാണ്. മനുഷ്യന് ഏറ്റവും ആവശ്യം സമാധാനമാണ്. അനേകർ ആത്മഹത്യ ചെയ്യുന്നത് സമാധാനമില്ലാത്തത് മൂലമാണ്. മദ്യവും മയക്കുമരുന്നും ഉപയോഗിച്ച് അനേകർ സമാധാനത്തിന് വഴി കണ്ടെത്തുന്നുണ്ടെങ്കിലും അപ്രകാരം വഴി കണ്ടെത്തിയവരിൽ പലരും ഇന്നും ജയിലുകളിൽ കിടക്കുകയാണ്. കാരണം അപ്രകാരം സമാധാനം കണ്ടെത്തിയവർ മറ്റനേകരുടെ സമാധാനവും സമ്പത്തും അപഹരിക്കുകയും ഒടുക്കം കൊലപാതകവും മോഷണവും നടത്തി ജയിലിലെത്തുകയും ചെയ്യുന്നു. മദ്യത്തിനും മയക്കുമരുന്നിനും ആരെയും വിശുദ്ധനാക്കുവാനോ സമൂഹത്തിൽ മാന്യനാക്കുവാനോ ഉള്ള കഴിവ് ഇല്ല. എന്നാൽ യേശു പറഞ്ഞു, സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു. ലോകം തരുന്നത് പോലെയുള്ള സമാധാനമല്ല, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. നമുക്കറിയാം, കാൽവരി ക്രൂശിൽ അതിവേദനയിൽ ആയിരുന്നപ്പോഴും അവൻ സമാധാന പ്രഭുവാണെന്ന് തെളിയിച്ചു. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമകനെ, ദൈവമകളെ, നല്ല ഇടയനായ യേശു എന്തുകൊണ്ട് നല്ല ഇടയനാണെന്ന് പറഞ്ഞു എന്ന് ചോദിച്ചാൽ, മനുഷ്യരായ നമുക്ക് വേണ്ട എല്ലാ നന്മകളും തന്ന് നമ്മെ പോറ്റുവാൻ ശക്തനായതിനാലാണ്. യേശു നമുക്ക് സാത്താനിൽ നിന്നും സംരക്ഷണം തരുവാൻ ശക്തനാണ്. യേശു നമുക്ക് വിശ്രമം തരുവാൻ ഒരുക്കമാണ്. നമുക്ക് ആവശ്യമുള്ള ഭക്ഷണം തരുവാൻ യേശു ശക്തനാണ്. നമുക്ക് ദാഹജലവും സമാധാനവും നൽകി തരുവാൻ കർത്താവായ യേശു ക്രിസ്തു ശക്തനാണ്. തന്നെയുമല്ല, നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം വരുത്തിക്കൊണ്ട് നമ്മെ ദൈവരാജ്യത്തിന് അവകാശികളാക്കി തീർത്തവനാണ് കർത്താവായ യേശു ക്രിസ്തു. യേശുവിന് തുല്യം ചൊല്ലുവാൻ ഇന്നുവരെയും ആരും ഉണ്ടായിട്ടില്ല. കാരണം നമുക്ക് നിത്യജീവൻ തരുവാൻ, നമ്മെ പാപത്തിൽ നിന്നും സാത്താനിൽ നിന്നും നിത്യനരകത്തിൽ നിന്നും രക്ഷിക്കുവാൻ യേശു നമുക്ക് വേണ്ടി അത്രയും ക്രൂരമായ കുരിശുമരണം സ്വീകരിച്ചു. അവൻ്റെ ആത്മാവിനെ ആരും എടുത്തതല്ല, അതിനാർക്കും കഴിയുകയുമില്ല. യേശു തന്നെ തൻ്റെ പ്രാണനെ കൊടുത്തു. അവൻ തന്നെ മൂന്നാം ദിവസം തൻ്റെ പ്രാണനെ തിരികെ പ്രാപിച്ചു. പിതാവിന് തന്നിൽ തന്നെ ജീവൻ ഉള്ളതുപോലെ അവൻ പുത്രനും തന്നിൽ തന്നെ ജീവൻ ഉള്ളവനാകുമാറ് വരം നൽകിയിരിക്കുന്നു എന്ന് യോഹന്നാൻ എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 26-ാം വാക്യത്തിലും, എൻ്റെ ജീവനെ വീണ്ടും പ്രാപിക്കേണ്ടതിന് ഞാൻ അതിനെ കൊടുക്കുന്നത് കൊണ്ട് പിതാവ് എന്നെ സ്നേഹിക്കുന്നു. ആരും എൻ്റെ ജീവൻ എന്നോട് എടുത്തു കളയുന്നില്ല, ഞാൻ തന്നെ അതിനെ കൊടുക്കുന്നു. എൻ്റെ ജീവനെ കൊടുപ്പാൻ എനിക്ക് അധികാരമുണ്ട്, വീണ്ടും പ്രാപിക്കുവാനും എനിക്ക് അധികാരമുണ്ട്. ഈ കൽപ്പന എൻ്റെ പിതാവെങ്കിൽ നിന്ന് എനിക്ക് ലഭിച്ചിരിക്കുന്നുവെന്ന് യോഹന്നാൻ എഴുതിയ സുവിശേഷം 10-ാം അധ്യായം 17-ഉം 18-ഉം വാക്യങ്ങളിലും രേഖപ്പെടുത്തിയിരിക്കുന്നു. അതുകൊണ്ട് യേശു തന്നെ തൻ്റെ പ്രാണനെ കൊടുത്തു. യേശു തന്നെ മൂന്നാം ദിവസം തൻ്റെ പ്രാണനെ തിരികെ പ്രാപിച്ചു. യേശു തൻ്റെ രക്തം കാൽവരി ക്രൂശിൽ ചൊരിയുവാൻ സമ്മതിച്ചതും തൻ്റെ പ്രാണനൊരു അകൃത്യയാഗമാകുവാൻ തക്കവണ്ണം ഏൽപ്പിച്ചു കൊടുത്തതും എന്തിനു വേണ്ടിയായിരുന്നു എന്ന ചോദ്യത്തിന് ഉത്തരം നിത്യനരകത്തിൽ നിന്നും നമ്മെ രക്ഷിക്കുന്നതിന് വേണ്ടിയായിരുന്നു എന്നാണ്. അതെ, യേശുവിൻ്റെ അവകാശവാദം തീർത്തും സത്യമായിരുന്നു. തന്നിൽ ആശ്രയിക്കുന്നവർക്ക് സാത്താനിൽ നിന്നും സംരക്ഷണവും വിശ്രമവും ഭക്ഷണവും ആശ്വാസവും സർവോപരി നിത്യജീവനും നൽകുവാൻ യേശുവിന് കഴിയും. അതുകൊണ്ടാണ് യേശു അവകാശപ്പെട്ടത്, ഞാൻ നല്ല ഇടയനാകുന്നു എന്ന്. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമകനെ, ദൈവമകളെ, ഈ പറഞ്ഞ ഏതെങ്കിലും കാര്യങ്ങളിൽ സങ്കടപ്പെട്ടിരിക്കുകയാണോ? യേശുവിൻ്റെ വചനം അനുസരിക്കുന്നുവെന്ന് ഉറപ്പ് വരുത്തിയിട്ടുണ്ടോ? എങ്കിൽ ധൈര്യമായിരിക്കൂ, അവൻ നല്ല ഇടയനാണ്. വാഗ്ദത്തം പോലെ തന്നെ അവൻ നമ്മെ രക്ഷിക്കും. ആകയാൽ യേശുവിൻ്റെ കൽപ്പനകൾ അനുസരിച്ചുകൊണ്ട് യേശുവിനായി നമുക്ക് കാത്തിരിക്കാം. അതിന് കർത്താവ് നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, നല്ല വചനത്തിനായി ഇങ്ങനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എന്നെ കേൾക്കുന്ന ഏതെങ്കിലും പ്രിയപ്പെട്ടവർ സമാധാനമില്ലാത്തവരായി ഇരിക്കുന്നുവെങ്കിൽ അങ്ങ് അവർക്ക് സമാധാനം കൊടുക്കണമേ. ഞങ്ങളുടെ ദേശത്തിന് സ്വസ്ഥത തരണമേ. പ്രത്യാശയും ധൈര്യവും എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും അടിയനും തന്ന് സഹായിക്കണമേ. രോഗത്താൽ ഭാരപ്പെടുന്നവർക്ക് രോഗസൗഖ്യം കൊടുക്കണമേ. പീഡ അനുഭവിക്കുന്ന ജനങ്ങൾക്ക് അതിൽ നിന്ന് മോചനം കൊടുക്കണമേ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. സ്തോത്രം.